സംഭവിച്ചു കഴിഞ്ഞ ഒരു അടയാളമുണ്ട് നബി തങ്ങൾ പറഞ്ഞത്. ഹിജാസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ശക്തമായ തീ കടന്നു വരും. മഹാനായ ഇബ്നു കസീർ തങ്ങളടക്കമുള്ള പ്രഗത്ഭരായ ചരിത്ര പണ്ഡിതന്മാർ, അലിമീങ്ങൾ ആ സംഭവം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. ഹിജ്റ വർഷം 700 ആകുമ്പോൾ ഹബീബായ നബി തങ്ങളുടെ കാലശേഷം 700 വർഷം കഴിഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ പറഞ്ഞ ആ വാക്ക് പുലരുകയാണ്. ലൻ തഖൂമസ്സാഅ ഹത്താ തഖ്റുജ നാറും മിൻ അർദിൽ ഹിജാസ് തുദീഉ ലഹാ അഅനാഖുൽ ഇബ്ലി ബിബുസ്റാ. ഷാമിലെ, ഇറാഖിലെ ബസ്റയല്ല, ഷാമിലെ ബുസ്റ പട്ടണമുണ്ട്. ഷാമിലെ ബുസ്റ പട്ടണത്തിലെ ഒട്ടകങ്ങളുടെ പെരടികൾ പോലും തിളക്കമാർന്ന രീതിയിൽ കാണാൻ കഴിയുന്ന വിധത്തിൽ ഹിജാസിൽ ഹബീബിന്റെ മദീനയിൽ നിന്ന് തീജ്വാലകൾ ഉയരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തീ പൊങ്ങി വന്നിട്ട് 700 കൊല്ലമേ ഇന്നായിട്ടുള്ളൂ. ആ തീ വന്നു. 7 ദിവസത്തോളം നിരന്തരമായ ശബ്ദം. ഭൂമി 7 ദിവസമാണ് മദീനയിൽ കുലുങ്ങിയത്. 7 ദിവസം കുലുങ്ങി. മഹാനായ ഫാറൂഖ് തങ്ങൾ അന്നുണ്ടായിരുന്നെങ്കിൽ മുസ്ലിമീങ്ങളോട് ഫാറൂഖ് തങ്ങൾക്ക് ചിലത് പറയാനുണ്ടാകുമായിരുന്നു. മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് മദീനയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ മഹാനവകൾ പറഞ്ഞു, വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. സ്വഹാബത്തെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അള്ളാഹുവിന്റെ ഭൂമിയിൽ തിന്മ നടക്കുമ്പോൾ മാത്രമേ അള്ളാഹുവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റുകളെ അള്ളാഹു കൂട്ടിയിടിപ്പിക്കുന്നത് അള്ളാഹു പറഞ്ഞതിന് വിഭിന്നമായി ഒരു വിഭാഗം ആളുകൾ അവിടെ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ട് മദീനയിൽ നിന്ന് ഭൂകമ്പമുണ്ടായി. ഇന്ന് ഭൂകമ്പമുണ്ടായി. ഈ ഭൂകമ്പം നടക്കാൻ ഇവിടെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ച് തിന്മകൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടാവുകയാണെങ്കിൽ ലഅഖ്റുജന്ന മിൻഹാ, മദീനയിൽ പിന്നെ ഉമറിനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഉമർ മദീന വിട്ടു പോകും എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. 7 ദിവസമാണ് മദീന കുലുങ്ങിയത്. മദീനയുടെ പരിസര ഭാഗത്ത് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടന്നത് കാണാൻ കഴിയും. വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന അഗ്നിപർവ്വതങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയും. മദീനയുടെ 6-7 കിലോമീറ്റർ അപ്പുറത്ത് കാണാൻ കഴിയും. ഭൂമിക്കുള്ളിൽ നിന്ന് ലാവകൾ തീ തുപ്പിയ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇബ്നു കസീർ തങ്ങളൊക്കെ സംഭവം വിവരിച്ചത്, ഷാമിലുള്ള കച്ചവടക്കാരെന്ന് മദീനയിൽ പൊങ്ങുന്ന തീയിന്റെ നാളങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ്. ബുസ്റയിലെ ഷാമിലെ 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് കാണുന്ന മാത്രയിൽ അത്രയും സുശക്തമായ തീജ്വാലകൾ ഹിജാസിന്റെ മണ്ണിൽ വരുമെന്ന്, അതും മദീനയുടെ പരിസരത്താണ് ഉണ്ടായത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മദീനയിൽ സംഭവിച്ചു. അത് സംഭവിച്ചപ്പോൾ ഹബീബിന്റെ പള്ളിയിലേക്ക് ആളുകൾ ഓടി വന്നില്ലേ? അവിടുത്തെ ഭരണാധികാരികൾ പോലും ഓടി വന്നു. ആണുങ്ങളും കൊച്ചുമക്കളും കുടുംബങ്ങളൊന്നാകെ ഹബീബിന്റെ പള്ളിയിലേക്ക്, ഹബീബിന്റെ പള്ളിയിൽ ചെന്നാണ് അവർ അഭയം പ്രാപിച്ചത്. നോക്കണം, അല്ലാഹു തആല ഒരു വിപത്തിറക്കിയപ്പോൾ ആ നാട്ടുകാർ മുഴുവനും ഓടിച്ചെല്ലുന്നത് ഹബീബിന്റെ മുമ്പിലേക്കാണ്. വമാ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ അലൈസ ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. അംബിയായിലേക്കല്ലാതെ എങ്ങോട്ടാണ് ഉമ്മത്തികൾ ഓടിച്ചെല്ലുന്നത്? ഹബീബിന്റെ പള്ളിയിൽ വന്നവിടെ കൂട്ടം കൂട്ടമായി തൗബ ചെയ്തു. ഭരണാധികാരികൾ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തു മടങ്ങി. പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധരുമെല്ലാം ഹബീബിന്റെ മദീനയെ ലക്ഷ്യമാക്കി വരികയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ നിൽക്കാനിടമില്ലാത്ത വിധം ലക്ഷക്കണക്കിന് ആളുകൾ പരിസര പ്രദേശത്തു നിന്നെല്ലാം ഓടിക്കൂടി ഹബീബിന്റെ പള്ളിയിലേക്ക്, ഹബീബിന്റെ മസ്ജിദിലേക്ക് അന്ത്യവിഷമം കൊള്ളുന്ന യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബേ, അങ്ങ് അള്ളാഹുവിന്റെ മെഹബൂബല്ലോ, അങ്ങയുടെ ചാരത്ത് അങ്ങന്റെ വിഷമം കൊള്ളുന്ന പുണ്യമായ മണ്ണിനരികിൽ ഒരു ശിക്ഷ വരികയില്ലല്ലോ എന്ന സമാധാനത്തിൽ മദീനയുടെ ഓരോ തുണ്ട് പോലും പൊട്ടിത്തെറിച്ചാൽ പോലും ഹബീബിന്റെ പള്ളി, ഹബീബിന്റെ റൗളക്ക് ഒരു കോട്ടവും പറ്റുകയില്ലെന്ന് മനസ്സിലാക്കിയാണ് ആയിരക്കണക്കിന് ആളുകൾ ഹബീബിന്റെ പള്ളിയിലേക്ക് അന്ന് ഓടിയത്. നബി തങ്ങൾ പറഞ്ഞ ആ വാക്ക് പുലർന്നത് ഹബീബ് വഫാത്തായി 700 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്ന, ഇനി പറയാൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഹദീസുകൾ വർഷങ്ങളെ നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളൂ. എത്ര പെട്ടെന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അത്ഭുതത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി തങ്ങൾ പറയുന്നു, ജനങ്ങളെ വഞ്ചിക്കുന്ന വർഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.
വഞ്ചിക്കുന്നത്. പച്ച നുണകൾ വിളിച്ചു പറയുന്നു. പച്ച നുണകൾ ചാനലുകാരന്റെ മുമ്പിൽ, പത്രക്കാരന്റെ മുമ്പിൽ പച്ച നുണ വിളിച്ചു പറയുമ്പോൾ തൊണ്ട തൊടാതെ വിഴുങ്ങുകയും അപ്പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞ നുണ, അതിന്റെ മുമ്പ് പറഞ്ഞ നുണ, സർവ്വ നുണകളെയും ന്യായീകരിക്കാൻ വേണ്ടി വമ്പൻ നുണകൾ വെച്ച് ആളുകൾ കാച്ചിക്കളയുമ്പോ അത് സത്യമാണ്. യുസദ്ദഖു ഫീഹൽ കാദിബ്, നുണ പറയുന്ന ആളുകൾ സത്യസന്ധന്മാരാണെന്നും വയുസദ്ദഖുൽ കാദിബു വയുകദ്ദബു സുദൂഖ്, സത്യം പറയുന്ന ആളുകൾ നുണയാണ് പറയുന്നതെന്നും നുണ പറയുന്നവൻ പറയുന്നത് സത്യമാണെന്നും ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ബുദ്ധിയുള്ളവരത് ചെയ്യില്ല. എന്നാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വിധം സമർത്ഥമായി നുണ പറയാൻ കഴിയുന്ന ദജ്ജാലുമാർ ഈ ഉമ്മത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഹബീബ് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവരുടെ ഫിത്നകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ, ലോക മുസ്ലിമീങ്ങൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പച്ചയായ നുണ വിളിച്ചു പറയാ, പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയാ, ചെയ്തത് ചെയ്തില്ല എന്ന് പറയാ, പച്ചയായ അബദ്ധങ്ങൾ ഒരു സങ്കോചവും ജാള്യതയുമില്ലാതെ മാലോകർ മുഴുവനും വീക്ഷിക്കുന്ന ചാനലുകളുടെ മുമ്പിൽ, ക്യാമറയുടെ മുമ്പിൽ ചെന്നിട്ട് പച്ചയായി തൊണ്ട തൊടാതെ വിഴുങ്ങുമ്പോ അതൊക്കെ സത്യമാണെന്ന് അതിന്റെ പേരിൽ തക്ബീർ ചൊല്ലിയിട്ട് പച്ച നുണകൾ നുണകളാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാമാന്യ ബുദ്ധി പോലും നഷ്ടപ്പെടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഈ ഉമ്മത്ത് അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിലുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസദ്ദഖുൽ കാദിബ്, പച്ച നുണ പറയുന്നവരെ വിശ്വസിക്കുകയും വയുകദ്ദബു സ്വാദിഖ്, നുണ പറയുന്ന ആളുകളെ കളവാക്കപ്പെടുകയും ചെയ്യുന്ന കാലം. ഹബീബായ നബി തങ്ങൾ പറയുന്നു യഅ്തിയന്നാസി സിനൂന ഖദ്ദാഅ, അതുകൊണ്ട് ഇദാ ദുയ്യഅതിൽ അമാന ഫന്തദിറിസ് സാഅ, ഇദാ ദുയ്യഅതിൽ അമാനതു ഫന്തദിറിസ് സാഅ, വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയാൽ, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ, പറയുന്ന വാക്കുകൾ വിഭിന്നമാകുമ്പോ, കാര്യങ്ങൾ പച്ച നുണയായി വളച്ചൊടിക്കുമ്പോ, പച്ചയായ സത്യങ്ങളെ മൂടിവെക്കുമ്പോൾ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയങ്ങളിൽ, ഈ ഉമ്മത്തിന്റെ വിഷയങ്ങളിൽ ധീരമായി പറയേണ്ടിടത്ത് തൊണ്ട വിഴുങ്ങുകയും അനാവശ്യങ്ങൾ എമ്പാടും വിളമ്പുകയും ചെയ്യുന്ന കാലം ഈ ഉമ്മത്തിനെ സഹിക്കാൻ വരുന്ന ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ, മുതലും ഇരുട്ടുള്ള രാത്രിയുടെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ ബീഭത്സമായ പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിന് വരാനുണ്ട് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഈ നുണയന്മാരെ ഹബീബായ നബി തങ്ങൾ എണ്ണിയിട്ടുണ്ട് എന്ന് ബുദ്ധിയുള്ള ആളുകളെങ്കിലും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഫിത്നകളിൽ നിന്ന് മോചനം നൽകട്ടെ. മുത്തായ നബി തങ്ങൾ പറയുന്നു, ലോകാവസാനം സംഭവിക്കുകയില്ല ഹത്താ തൽഹഖ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ, എന്റെ ഉമ്മത്തികളിലെ ഒരു വിഭാഗം ആളുകൾ ബഹുദൈവാരാധന ചെയ്യുന്ന ആളുകളോടൊപ്പം നിൽക്കുന്ന ഒരു കാലം വരെ, എന്റെ ഉമ്മത്തികളിലെ ഒരു വിഭാഗം ആളുകൾ ബഹുദൈവ ആരാധന ചെയ്യുന്ന, മുസ്ലിമീങ്ങളോട് ശത്രുത ചെയ്യുന്ന ആളുകളോട് പരസ്യമായ അനുനയവും പരസ്യമായ രീതിയിൽ അവരോടുള്ള അനുഭാവവും രേഖപ്പെടുത്തുകയും, ഉമ്മത്തികളിലെ ഒരു വിഭാഗം ആളുകൾ ഫിആമും മിൻ ഉമ്മതി ബിൽ മുശ്രികീൻ, മുസ്ലിമീങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിക്കുകയും എന്നാൽ മുസ്ലിമീങ്ങളുടെ പൊതുശത്രുവിനോടൊപ്പം ഈ ഉമ്മത്തിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ വരവ് അന്ത്യനാളിന്റെ മുമ്പിലുണ്ട് എന്ന് പറയുമ്പോ, കേരളീയ മുസ്ലിമീങ്ങളിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ച് പഠിക്കാൻ പാഠങ്ങളുണ്ട്. ആലോചിച്ചു നോക്കുക. സംഘടനാപരമായ സങ്കുചിതത്വവും സംഘടനയുടെ പേരിൽ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കുന്നതും മാറ്റിവെച്ച് സത്യം എവിടെയാണ് സത്യം എന്ന് പച്ചയായി കണ്ണു തുറന്നു നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയായിരുന്നുവെങ്കിൽ, ഹബീബിന്റെ വാക്കിന്റെ പുലർച്ചകൾ നമ്മുടെ കേരളത്തിന്റെ ബൗണ്ടറിക്കുള്ളിൽ സംഭവിച്ചു എന്ന് പറയാൻ ഞാൻ ഓർത്തുപോവുകയാണ്, പറയാൻ ധൈര്യപ്പെടുകയാണ്. സർവശക്തനായ അല്ലാഹു ഈ ഉമ്മത്തിനെന്നും ആദർശ ശുദ്ധിയുള്ള വരേണ്യന്മാരായ മഹത്തുക്കളായ ഇൽമിന്റെ പ്രഭകളായ പണ്ഡിതന്മാരുടെ തണലിൽ ഈ ഉമ്മത്തിന് നേതൃത്വം ഉണ്ടാവാൻ അല്ലാഹുവിന്റെ കാരുണ്യവും കൃപയും അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.